ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കഥയിലൂടെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം. ഇന്നത്തെ കഥയുടെ പേര് ഫ്ലൈറ്റ് ജേണി, വിമാനയാത്ര. അപ്പം ഈ ഒരു കഥയിലൂടെ നമുക്ക് നല്ല പോലെ ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലാക്കി എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, എങ്ങനെ പറയാം, ഏത് ടെൻസ് ആണ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു കഥയിലൂടെ പഠിക്കാം. നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. നിഷ എയർപോർട്ടിലേക്ക് പോകുകയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം പോകുകയാണ് എന്ന് കേട്ടപ്പോഴേ നമ്മൾ മനസ്സിലായി ഈ നിഷ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലേക്ക്. അപ്പം ഇങ്ങനെയുള്ളൊരു സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ്. കാര്യം നിഷ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നിഷ പോവുകയാണ് എയർപോർട്ടിലേക്ക്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. നിഷ എയർപോർട്ടിലേക്ക് പോവുകയാണ്. നിഷ. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് എഴുതാം. അപ്പോൾ ആ സ്ട്രക്ചർ നോക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സബ്ജക്റ്റ്, അപ്പോൾ നിങ്ങൾക്ക് കാണുന്നു തോന്നുന്നു, സബ്ജക്റ്റ് പ്ലസ് നീ എന്താ നമ്മൾ എഴുതാൻ പോണേ? ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. അപ്പം ഇത് ഞാൻ എഴുതാൻ കാരണം എന്താ? അപ്പോൾ ഇത് നോക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ എഴുതാൻ പോണേ? അപ്പം ഇവിടെ നമുക്ക് കാണാം സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? നമ്മൾ ഓൾറെഡി സബ്ജക്റ്റ് എഴുതി, നിഷയാണ് സബ്ജക്റ്റ്. അപ്പം ഇനി നമുക്ക് എന്തിവിടെ ആഡ് ചെയ്യാം? ഇവിടെ ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആർ ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പം ആദ്യം നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് പിന്നെ നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം സബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. അപ്പം നമുക്ക് ഇനി എന്താ? ഈസ് ആം ആർ. അപ്പോൾ ഏത് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ജസ്റ്റ് ഗസ് ചെയ്യുക. അപ്പം നിങ്ങൾ ജസ്റ്റ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പം നിഷ നമുക്ക് ആം എഴുതാൻ പറ്റുമോ? ഇല്ല, ആം ഞാൻ കട്ട് ചെയ്തു. ആം എന്ന് പറയുന്നത് ഐയുടെ കൂടെ അല്ലേ നമ്മൾ ആം യൂസ് ചെയ്യണേ. ഇപ്പം പറ്റില്ല. ആരും പറ്റില്ല. കാര്യം എന്താ ആര് പറ്റാത്തത്? ആരെന്ന് പറയുന്നത് ഇപ്പം 2 പേരുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിഷ ഒറ്റ ഒരാളേ ഉള്ളൂ, ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. ഇപ്പം ദേ, കുറേ പേര്. ദേ എന്ന് പറഞ്ഞാൽ അവർ, അല്ലെങ്കിൽ വി, നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റിൻ്റെ കൂടെ, ഒരു പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ, ഒന്നിൽ കൂടുതൽ ഉള്ള സബ്ജക്റ്റ് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ നമുക്ക് ആർ യൂസ് ചെയ്ത് എഴുതാം. പക്ഷേ ഇവിടെ എന്താ ഇവിടെ നമുക്കിപ്പം ഇത് രണ്ടും ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ ഈസേ പറ്റുള്ളൂ. കാര്യം നിഷ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ ഈസാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിഷ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പം നെക്സ്റ്റ് എന്താ? അപ്പം നമ്മളിവിടെ ഈസ് എഴുതി കഴിഞ്ഞു, ഞാൻ ടിക്ക് ചെയ്തു ഈസ്. അപ്പം നെക്സ്റ്റ് നമുക്ക് കാണാം. അപ്പം ഇനി ആർ നമ്മൾ മറന്നേക്കുക, നമ്മളിവിടെ ഈസാണ് എഴുതിയത്. അപ്പം നെക്സ്റ്റ് പ്ലസ് വെർബ്. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? പോകുകയാണ് വെർബ്. അപ്പം ഗോ, ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? പോവുക, ഗോ. അപ്പം നമുക്ക് ഈ ഗോയാണ് വെർബ്. നമുക്കിവിടെ ഗോ എഴുതാം. ഗോ വെർബ് പ്ലസ് ING. അപ്പം ഗോയുടെ കൂടെ നമുക്ക് ING ആഡ് ചെയ്ത് ഗോയിങ്. നിഷ ഈസ് ഗോയിങ്. എങ്ങോട്ടാണ് പോകുന്നത്? അപ്പം ഓൾറെഡി ഇത്രയും ഒരു കാര്യം നമ്മൾ മെയിൻ കാര്യം എഴുതി കഴിഞ്ഞു. അതിൻ്റെ സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞു. സബ്ജക്റ്റ് പ്ലസ് ഈസാണ് എഴുതിയത്. പിന്നെ വെർബ് പ്ലസ് ING എഴുതി കഴിഞ്ഞു. അപ്പം നിഷ ഈസ് ഗോയിങ്. എങ്ങോട്ടാണ് പോകുന്നത്? നിഷ ഈസ് ഗോയിങ് ടു ദ എയർപോർട്ട്. നിഷ ഈസ് ഗോയിങ് ടു ദ എയർപോർട്ട്. അപ്പം ഇവിടെ ഒരു സ്പേസിൻ്റെ ആവശ്യമില്ല. ഞാൻ എഴുതിയപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ റബ്ബ് ചെയ്തിട്ട് ഒന്നും കൂടെ എഴുതാം. എയർപോർട്ട്. അപ്പം നിഷ ഈസ് ഗോയിങ് ടു ദ എയർപോർട്ട്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയെന്ന് നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ക്ലിയർ ആയിട്ട്. അപ്പം നിഷ എയർപോർട്ടിലേക്ക് പോവുകയാണ്. നിഷ ഈസ് ഗോയിങ് ടു ദ എയർപോർട്ട്. നമ്മളിപ്പോൾ ഇവിടെ എന്ത് പഠിച്ചു? ഇപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താ? നിഷയാണ് സബ്ജക്റ്റ്. വെർബ് നമ്മൾ പഠിച്ചു ഗോയാണ് വെർബ്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താ? ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തൊരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് എന്ന് വിളിക്കാം. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റിലോട്ട് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഞാൻ വിമാനത്തിൽ കയറി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോൾ മനസ്സിലായി ഇത് ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്. ഓൾറെഡി വിമാനത്തിൽ കയറി. നേരത്തെ നമ്മൾ പഠിച്ചെന്താ? പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആയിരുന്നു. പക്ഷേ ഇത് ഞാൻ വിമാനത്തിൽ കയറി. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, ഒരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഞാൻ വിമാനത്തിൽ കയറി. നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം ഇവിടെ ഞാൻ എഴുതാൻ പോണത് ബോർഡഡ്. ഐ ബോർഡഡ്. അപ്പോൾ ബോർഡിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോ? BOARDED. ഐ ബോർഡഡ് ദ പ്ലെയിൻ. അപ്പം ഇവിടെ
ഇവിടെ ഞാൻ ബോർഡിൻ്റെ പാസ്റ്റ് ഫോം ആണ് ബോർഡഡ് ആണ് എഴുതിയിരിക്കുന്നത്. കാര്യം ബോർഡിൻ്റെ പ്രസൻറ്റ് ഫോം എന്താ ബോർഡ്. ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയേക്കാം. അപ്പം BOARD ആണ് ബോർഡിൻ്റെ പ്രസൻറ്റ് ഫോം. അപ്പം ഇത് ഞാൻ ബോർഡിനെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കിയിട്ട് എഴുതിയേക്കാണ്. ഐ ബോർഡഡ് ദ പ്ലെയിൻ. അപ്പം അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞില്ല, ഇതൊരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചറുകൾ ഞാനിവിടെ എഴുതാം. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം ജസ്റ്റ് ഞാനിവിടെ എഴുതിയേക്കാം പാസ്റ്റ് ഫോം വെർബ്. അപ്പം സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പം ഇതാണ് ഈ ഒരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് എഴുതിയിരിക്കണേ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ സബ്ജക്റ്റിന് പറഞ്ഞാൽ എന്താ ഐ ആണ് സബ്ജക്റ്റ് കേട്ടോ. അപ്പം ഐ സബ്ജക്റ്റ്. പിന്നെ ഞാനിവിടെ എഴുതാം എന്താ ഇതിൽ പ്രത്യേകിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ബോർഡാണ്. ബോർഡ്. ആ ബോർഡിനെ ഞാൻ ബോർഡഡ് ആക്കി. ബോർഡഡ് ED യൂസ് ചെയ്തിട്ട് ഞാൻ പാസ്റ്റ് ഫോമിലോട്ടാക്കി, കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പം സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റാണ് പ്ലെയിൻ. അപ്പം ഞാൻ വിമാനത്തിൽ കയറി. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു കോമൺ ആയിട്ട് ഒരു നാച്ചുറലായിട്ട് യൂസ് ചെയ്യണ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണ്. ഞാനിവിടെ പറഞ്ഞു നമുക്കിത് വേണമെങ്കിൽ പല രീതികളിൽ പറയാം. നമുക്ക് വേണമെങ്കിൽ ഐ എൻറ്റേർഡ് ദ പ്ലെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഗോട്ട് ഓൺ ദ പ്ലെയിൻ എന്ന് പറയാം. പക്ഷേ അതൊന്നും അത്ര ഒരു നാച്ചുറലായിട്ടൊരു ഇംഗ്ലീഷ് അല്ല. കാര്യം വിമാനത്തിൽ കയറുക എന്നുള്ളതിന് നമ്മൾ ഏറ്റവും ഈസി ആയിട്ടും ഏറ്റവും ഒരു സിമ്പിളായിട്ടും നാച്ചുറലായിട്ടും പറയാൻ പറ്റിയൊരു ഒരു സെൻറ്റൻസ് ആണ് ഐ ബോർഡഡ് ദ പ്ലെയിൻ. ഞാൻ വിമാനത്തിൽ കയറി. അപ്പോൾ നമുക്ക് ഒന്നിച്ച് കൂടെ പറഞ്ഞു നോക്കാം. ഞാൻ വിമാനത്തിൽ കയറി. ഐ ബോർഡഡ് ദ പ്ലെയിൻ. ഐ ബോർഡഡ് ദ പ്ലെയിൻ. ഞാൻ വിമാനത്തിൽ കയറി. ഐ ബോർഡഡ് ദ പ്ലെയിൻ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ് ഞാൻ എൻ്റെ സീറ്റ് കണ്ടെത്തി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഞാൻ ഐ, എൻ്റെ സീറ്റ് മൈ സീറ്റ്. കണ്ടെത്തുക. കണ്ടെത്തുക എന്ന് വെച്ചാൽ ഫൈൻഡ്. അപ്പോൾ ഇവിടെ കണ്ടെത്തി എന്നാണ്. അപ്പോൾ നമ്മൾ ഫൈൻഡിനെ കൺവേർട്ട് ചെയ്തൊരു പാസ്റ്റ് ഫോമിലോട്ട് ആക്കിയിട്ട് നമുക്ക് എഴുതണം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോൾ മനസ്സിലായി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. ഓൾറെഡി സീറ്റ് കണ്ടെത്തി, ഫ്ലൈറ്റിൽ കയറിയിട്ട് കണ്ടെത്തി കഴിഞ്ഞു. അപ്പം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ എൻ്റെ സീറ്റ് കണ്ടെത്തി. ഐ. ഇപ്പോൾ കണ്ടെത്തുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഫൈൻഡ് എന്നാണെന്ന്. പക്ഷേ ഇവിടെ കണ്ടെത്തി എന്നായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഫൈൻഡിൻ്റെ 3 ഫോംസ് പഠിക്കാം. ഫൈൻഡ് 3 ഫോംസ് എന്തൊക്കെയാണ്? ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട്. അപ്പം ഇതാണ് ഫൈൻഡ് 3 ഫോംസ്. അപ്പം സെക്കൻഡ് ആൻഡ് തേർഡ് ഫോം സെയിം ആണ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് ഫൈൻഡിനെ കൺവേർട്ട് ചെയ്ത് എഴുതണം. അത്രയും നമ്മൾ ഞാനിവിടെ മേളിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫൈൻഡ് നമുക്ക് എഴുതാൻ പറ്റില്ല. ഫൈൻഡ് എന്ന് വെച്ചാൽ കണ്ടെത്തുക എന്നാണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫോമായ ഫൗണ്ടാണ് എഴുതാൻ പോണത് കേട്ടോ. ഫൗണ്ട്. ഐ ഫൗണ്ട്. അപ്പം ഞാൻ എൻ്റെ സീറ്റ് കണ്ടെത്തി. ഐ ഫൗണ്ട് മൈ സീറ്റ്. ഇതൊരു ചെറിയ സെൻറ്റൻസ് ആണ്. ഇത് പ്രത്യേകിച്ച് ഇത്ര ഈ ജസ്റ്റ് ഫോംസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്ത് പറയണത് കേട്ടോ. കാര്യം ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട്. അപ്പോൾ നിങ്ങളിവിടെ പഠിച്ചല്ലോ ഇവിടെ 3 ഫോംസ് എന്തൊക്കെയാണ്. ഞാൻ എൻ്റെ സീറ്റ് കണ്ടെത്തി. ഐ ഫൗണ്ട് മൈ സീറ്റ്. ഐ ഫൗണ്ട് മൈ സീറ്റ്. ഞാൻ എൻ്റെ സീറ്റ് കണ്ടെത്തി. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, എൻ്റെ സീറ്റിൻ്റെ അരികിൽ ഒരു ചെറിയ കുട്ടി വന്നിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പം ഇവിടെ നമുക്ക് കാണാം അരികിൽ. നമുക്ക് എങ്ങനെ എഴുതാം? അരികിൽ, ബിസൈഡ്, അല്ലെങ്കിൽ നമുക്ക് എഴുതാം നെക്സ്റ്റ് ടു മീ. ഒരു ചെറിയ കുട്ടി, എ സ്മോൾ ചൈൽഡ്, വന്നിരുന്നു. അപ്പം വന്ന് ഇരുന്നു. അപ്പം വരിക എന്ന് വെച്ചാൽ എന്താ? കം. അപ്പം ഇരിക്കുക എന്ന് വെച്ചാൽ സിറ്റ്. അപ്പം ഇതിനെ നമുക്ക് ഒരു പാസ്റ്റ് ഫോമിലോട്ട് ആക്കി തരണം. കാര്യം എന്താ? ഓൾറെഡി കുട്ടി വന്നിരുന്നു. ഒരു കഴിഞ്ഞൊരു പോയ കാര്യമാണ്. ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. എൻ്റെ സീറ്റിൻ്റെ അരികിൽ ഒരു ചെറിയ കുട്ടി വന്നിരുന്നു. നമുക്ക് എങ്ങനെ എഴുതാം? എ സ്മോൾ ചൈൽഡ്. ഒരു ചെറിയ കുട്ടി. എ സ്മോൾ ചൈൽഡ്, ഒരു ചെറിയ കുട്ടി. അപ്പം എന്താ എഴുതിയിരിക്കണേ? ഒരു ചെറിയ കുട്ടി എൻ്റെ സീറ്റിൻ്റെ അരികിൽ വന്നിരുന്നു എന്നല്ലേ. അപ്പം ഇവിടെ വരിക എന്ന് വെച്ചാൽ എന്താ? നെക്സ്റ്റ് ഞാൻ ഇവിടെ എഴുതാം. അപ്പം വരിക എന്ന് പറഞ്ഞാൽ കമ്മാണ്. അപ്പോൾ നമ്മൾ കമ്മിനെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കണം. കാര്യം എന്താ? ഞാൻ ഓൾറെഡി പറഞ്ഞു വന്നിരുന്നു. ഓൾറെഡി പാസ്റ്റ്, ഒരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്, കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കമ്മിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ കെയിം ആക്കി. കെയിം. അപ്പം ഞാൻ ഇവിടെ എഴുതാൻ പോണേ എ സ്മോൾ ചൈൽഡ് കെയിം. എ സ്മോൾ ചൈൽഡ് കെയിം. ഇനി ഞാൻ എന്താ എഴുതാൻ പോണത്? ആൻഡ്. ഇനി എഴുതാൻ പോണത് ഇരിക്കുക. ഇരിക്കുക എന്ന് വെച്ചാൽ എന്താ? സിറ്റ്. അപ്പം ഇവിടെ എഴുതാം ഇരിക്കുക എന്ന് പറഞ്ഞാൽ സിറ്റാണ്. അപ്പം നമ്മളിവിടെ ഓൾറെഡി ഇരുന്ന് കഴിഞ്ഞു. അപ്പം നമ്മൾ സിറ്റിനെ കൺവേർട്ട് ചെയ്ത് സാറ്റ് എഴുതി. സാറ്റ്. അപ്പം ഇനി ഞാനിവിടെ എഴുതാൻ പോണത് എന്താ? എ സ്മോൾ ചൈൽഡ് കെയിം ആൻഡ് സാറ്റ്.
ഇനി എന്താ എഴുതാൻ പോണേ? ബിസൈഡ്. ഞാൻ പറഞ്ഞില്ല അരികിൽ, ബിസൈഡ്, അല്ലെങ്കിൽ നമുക്കിടാം നെക്സ്റ്റ് ടു മീ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാൻ പോണത് ബിസൈഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം എ സ്മോൾ ചൈൽഡ് കെയിം ആൻഡ് സാറ്റ് ബിസൈഡ് മീ. അപ്പോൾ ഇതാണ് കൂടുതൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതി. എ സ്മോൾ ചൈൽഡ് കെയിം ആൻഡ് സാറ്റ് ബിസൈഡ് മീ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എ സ്മോൾ ചൈൽഡ് കെയിം ആൻഡ് സാറ്റ് നെക്സ്റ്റ് ടു മൈ സീറ്റ് എന്ന് എഴുതാം. പക്ഷേ അതിലും ഒരു സിമ്പിൾ സെൻറ്റൻസ് ഇതാണ് കേട്ടോ. എ സ്മോൾ ചൈൽഡ് കെയിം ആൻഡ് സാറ്റ് ബിസൈഡ് മീ. അപ്പം ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ പഠിച്ചു കം എന്ന ഒരു പ്രസൻറ്റ് ഫോമിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു പാസ്റ്റ് ഫോം ആക്കി, കെയിം ആക്കി. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? സാറ്റ്. സിറ്റ് എന്ന ഒരു പ്രസൻറ്റ് സിറ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് സാറ്റ് ആക്കി. അപ്പോൾ ഈ ഒരു രണ്ട് വേർഡ്സ് നമ്മളിവിടെ പഠിച്ചു. അപ്പം നമ്മൾ ഒന്നും കൂടെ പറയാം. എൻ്റെ സീറ്റിൻ്റെ അരികിൽ ഒരു ചെറിയ കുട്ടി വന്നിരുന്നു. എ സ്മോൾ ചൈൽഡ് കെയിം ആൻഡ് സാറ്റ് ബിസൈഡ് മീ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ആ കുട്ടി ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ജനൽ, വിൻഡോ. പുറത്ത്, ഔട്ട്സൈഡ്. നോക്കുക, ലുക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ കുട്ടി നോക്കുകയാണ്, ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയുന്നത്. ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ കുട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജനലിലൂടെ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ആ കുട്ടി ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. നമുക്ക് എഴുതാം ദ ചൈൽഡ്. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പോൾ നമ്മളൊരു സ്ട്രക്ചർ എഴുതി പഠിച്ചായിരുന്നു. ഞാൻ എഴുതാം, പക്ഷേ അതിൻ്റെ എഴുതേണ്ട ആവശ്യമില്ല. നമുക്കല്ലാതെ തന്നെ നമുക്കറിയാം എങ്ങനെ എഴുതേണ്ടതെന്ന്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു 2 പോയിൻറ്റ്സ് ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. നമ്മൾ സബ്ജക്റ്റ് പ്ലസ്. അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ എഴുതാൻ പോകുന്നത്? സബ്ജക്റ്റിൻ്റെ കൂടെ ഓൾറെഡി സബ്ജക്റ്റ് നമുക്ക് മനസ്സിലായി. സബ്ജക്റ്റ് എന്താ? ദ ചൈൽഡ് ആണ് സബ്ജക്റ്റ് കേട്ടോ. ദ ചൈൽഡ് ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഇനി ഞാൻ എന്താ എഴുതാൻ പോണേ? ഇവിടെ നമുക്ക് ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആറുണ്ട്. അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്യുക. നമുക്കിവിടെ എന്ത് എഴുതാം? ഈസ് വേണോ, ആം വേണോ, ആർ വേണോ? നിങ്ങൾ ഗസ് ചെയ്ത് കാണും. അപ്പോൾ ഞാൻ എന്തായാലും എഴുതാം ദ ചൈൽഡ്. ദ ചൈൽഡ് എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. ഒറ്റ ഒരു കുട്ടിയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അതിൽ ഒന്നിൽ കൂടുതൽ ആളില്ല. അപ്പോൾ നമുക്ക് ആം എന്ന് പറഞ്ഞാൽ നമ്മൾ ഐയുടെ കൂടെ അല്ലേ യൂസ് ചെയ്യണം. ആറും പറ്റില്ല. ആറെന്ന് പറഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ അതും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ എഴുതുമ്പോൾ അയ്യോ അത് പറ്റില്ല, കട്ടാണ് കേട്ടോ. ക്രോസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ ഈസാണ് എഴുതാൻ പോണത് കേട്ടോ. ദ ചൈൽഡ് ഈസ്. ഇനി എന്താ എഴുതാൻ പോണത്? ഇപ്പോൾ ഈസ് എഴുതി കഴിഞ്ഞു. ഇനി നമുക്കറിയാം വെർബിൻ്റെ കൂടെ ING. ഇപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പം ഇവിടുത്തെ വെർബ് എന്താ? വെർബ് എന്ന് പറയുന്നതാണ് നോക്കുക. നോക്കുക എന്ന് വെച്ചാൽ ലുക്കാണ് നോക്കുക. അപ്പം നമ്മൾ വെർബ് പ്ലസ് ING എന്നുണ്ട്. അപ്പം നമ്മൾ ലുക്കിൻ്റെ കൂടെ നമ്മൾ ING യൂസ് ചെയ്ത് എഴുതാം. ദ ചൈൽഡ് ഈസ് ലുക്കിംഗ്. ഇനി എന്താ എഴുതാൻ പോണേ? ദ ചൈൽഡ് ഈസ് ലുക്കിംഗ് ഔട്ട് ദ വിൻഡോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു സെൻറ്റൻസ് കേട്ടിട്ടൊരു രസമില്ലല്ലോ. എന്താ ദ ചൈൽഡ് ഈസ് ലുക്കിംഗ് ഔട്ട് ദ വിൻഡോ എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ഏറ്റവും സിമ്പിളായിട്ടൊരു നാച്ചുറൽ ഇംഗ്ലീഷാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഈ ഒരു സെൻറ്റൻസിൽ എഴുതാം. അത് ഞാനിപ്പോൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് മാറും. നമുക്ക് എങ്ങനെ എഴുതാം കേട്ടോ. ദ ചൈൽഡ് ഈസ് ലുക്കിംഗ് ഔട്ട്സൈഡ് ത്രൂ ദ വിൻഡോ. അപ്പം അങ്ങനെ എഴുതാം. അത് ഗ്രാമാറ്റിക്കലി കറക്റ്റാണ്. പക്ഷേ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളത് ദ ചൈൽഡ് ഈസ് ലുക്കിംഗ് ഔട്ട് ദ വിൻഡോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടി സിമ്പിൾ നോക്കിയിട്ട് എഴുതിയത് കേട്ടോ. അപ്പം ആ കുട്ടി ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. ദ ചൈൽഡ് ഈസ് ലുക്കിംഗ് ഔട്ട് ദ വിൻഡോ. ഞാൻ നേരത്തെ പറഞ്ഞിങ്ങനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ദ ചൈൽഡ് ഈസ് ലുക്കിംഗ് ഔട്ട്സൈഡ് ത്രൂ ദ വിൻഡോ. ജനലിലൂടെ, ഔട്ട്സൈഡ്, പുറത്ത്. അപ്പോൾ ആ ഒരു രീതിയിലും എഴുതാം. അപ്പോൾ അതും ഇതും കൂടെ പറഞ്ഞ് കൺഫ്യൂസ് ആക്കണ്ട നിങ്ങൾ. ഇപ്പം ഇവിടെ എഴുതി ഞാൻ എങ്ങനെയാണ്? ദ ചൈൽഡ് ഈസ് ലുക്കിംഗ് ഔട്ട് ദ വിൻഡോ. ആ കുട്ടി ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. ദ ചൈൽഡ് ഈസ് ലുക്കിംഗ് ഔട്ട് ദ വിൻഡോ. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, കുട്ടിയുടെ രക്ഷിതാക്കൾ പുറകിൽ ഇരിക്കുകയായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. രക്ഷിതാക്കൾ, പാരൻസ്. അപ്പം പുറകിൽ എന്നുള്ളത് നമുക്ക് ബാക്ക് എന്ന് പറയാം, ബിഹൈൻഡ് എന്ന് പറയാം. ഇരിക്കുക എന്ന് വെച്ചാൽ എന്താ? സിറ്റ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. കുട്ടിയുടെ രക്ഷിതാക്കൾ പുറകിൽ ഇരിക്കുകയായിരുന്നു. നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം ഈ സെൻറ്റൻസ് കേട്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം ഇത് ഓൾറെഡി ഒരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്. പക്ഷേ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. അവരവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കുട്ടിയുടെ രക്ഷിതാക്കൾ പുറകിലിരിക്കുകയായിരുന്നു. നമുക്ക് എഴുതാം
ദ ചൈൽഡ്സ് രക്ഷിതാക്കൾ, പാരൻസ്, ദ ചൈൽഡ്സ് പാരൻസ്. അപ്പം ഇനി നമ്മളിതിൻ്റെ ഒരു സബ്ജക്റ്റ്, നമ്മളിതിൻ്റെ ഒരു സ്ട്രക്ചർ ആണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. കാര്യം ആ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, പക്ഷേ നമുക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എഴുതുന്നത്. അപ്പം സബ്ജക്റ്റ്, അപ്പം ഞാൻ എഴുതുന്ന സ്ട്രക്ചർ എന്തിൻ്റെയാണ്? ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് സ്ട്രക്ചറാണ്. കാര്യം ആ ഒരു സെൻറ്റൻസാണ് ഇത്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് സബ്ജക്റ്റ് പ്ലസ് അപ്പം വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING, ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്ത് നമുക്ക് എഴുതാം. ദ ചൈൽഡ്സ് പാരൻസ്. അപ്പം ഇനി നിങ്ങൾ ഗസ് ചെയ്യുക ഇവിടെ എന്താ എഴുതേണ്ടത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഗസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതിയത്. അപ്പം ഇവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ? ദ ചൈൽഡ് പാരൻസ് ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഇനി നമ്മൾ എന്താ എഴുതാൻ പോണത്? നമുക്കിവിടെ കാണാം വാസ് ഉണ്ട്, വേറുണ്ട്. നമ്മളിവിടെ എന്ത് എഴുതാം? അപ്പം നിങ്ങൾ ഗസ് ചെയ്യുക. നമുക്ക് എന്ത് എഴുതാം? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പോൾ നമുക്ക് വാസ് ഓർ വെയർ യൂസ് ചെയ്തിട്ട് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ എന്താ എഴുതേണ്ടത്? വാസും ഉണ്ട്, വേറുണ്ട്. എന്ത് എഴുതാം? അപ്പം ഞാൻ പറയാം. ഞാൻ വാസ് കട്ട് ചെയ്യും. കാര്യം എന്താ വാസ് കട്ട് ചെയ്യേണ്ടത്? കാര്യം പാരൻസ് എന്ന് പറയുമ്പം 2 പേരുണ്ട്. അപ്പോൾ ഒരാളല്ല. അപ്പോൾ ഇതൊരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോൾ ഒരാളായിരുന്നെങ്കിൽ നമുക്കിവിടെ വാസ് യൂസ് ചെയ്ത് എഴുതായിരുന്നു. കാര്യം ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസും കൂടിയാണ്, പിന്നെ സബ്ജക്റ്റ് ഒരാളാണ്, ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ് എങ്കിൽ നമുക്കിവിടെ വാസ് യൂസ് ചെയ്തിട്ട് എഴുതായിരുന്നു. പക്ഷേ ഇവിടെ പാരൻസ് ഒരാളല്ല, 2 പേരല്ലേ. അപ്പം നമുക്കിവിടെ വാസ് കട്ട് ചെയ്ത് നമുക്ക് വേർ യൂസ് ചെയ്ത് തരാം. ദ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേറിൽ നമ്മൾ വേറാണ് എഴുതാൻ പോണത്. ദ ചൈൽഡ്സ് പാരൻസ് വേർ. ഇനി എന്താ ഇവിടെ കാണുന്നത്? വെർബ് പ്ലസ് ING എന്നല്ലേ. അപ്പം ഇനി ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇരിക്കുക. സിറ്റാണ് ഇവിടുത്തെ വെർബ് കേട്ടോ. അപ്പം സിറ്റിൻ്റെ കൂടെ നമ്മൾ പ്ലസ് ING എന്ന് ഇവിടെ കിടക്കുന്ന കാണാമല്ലോ. അപ്പം നമ്മളിവിടെ സിറ്റിൻ്റെ കൂടെ ING കൂടെ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പം ING ഞാൻ ആഡ് ചെയ്തു. സിറ്റിംഗ് എന്നാകുമ്പോൾ നമ്മൾ സിറ്റിൻ്റെ കൂടെ ഒരു ടീം കൂടെ വരും കേട്ടോ. സിറ്റിംഗ് SITTING എന്ന് വരും. അപ്പം ദ ചൈൽഡ്സ് പാരൻസ് വെയർ സിറ്റിംഗ് at the back. The child's parents were sitting at the back. അപ്പം നിങ്ങളിപ്പം വിചാരിക്കും ബിഹൈൻഡ് തന്നെ നമ്മൾ പഠിച്ചു പുറകിൽ ബിഹൈൻഡ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ബാക്ക് എഴുതിയത്? കാരണം ഈ ബിഹൈൻഡ് നമ്മൾ എഴുതുവാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം ഇവിടെ കുട്ടിയുടെ പുറകിൽ പാരൻസ് ആണ്, കുട്ടിയുടെ പുറകിൽ പാരൻസ് ഇരിക്കുകയാണ്, ബിഹൈൻഡ് ചൈൽഡ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സൺ അവൻ്റെ പുറകിൽ അവരുണ്ട്. അപ്പോൾ പുറകിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നതിലാണ് നമ്മൾ ബിഹൈൻഡ് യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പറയണത്. ഇവിടെ പറയുന്ന രക്ഷിതാക്കൾ പുറകിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ, പക്ഷേ കുട്ടിയുടെ പുറകിൽ നിന്ന് പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ബാക്ക് എഴുതി കേട്ടോ. അത് ജസ്റ്റ് മനസ്സിലാക്കുക. ദ ചൈൽഡ്സ് പാരൻസ് വെയർ സിറ്റിംഗ് അറ്റ് ദ ബാക്ക്. നമുക്ക് വേണമെങ്കിൽ ബിഹൈൻഡ് യൂസ് ചെയ്തിട്ടും എഴുതാം കേട്ടോ. ഇപ്പോൾ ബിഹൈൻഡ് യൂസ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതേണ്ടത്? ദ ചൈൽഡ്സ് പാരൻസ് വെയർ സിറ്റിംഗ് ബിഹൈൻഡ് ദ ചൈൽഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം. ഇവിടെ ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് പറയാം. ദ ചൈൽഡ്സ് പാരൻസ് വെയർ സിറ്റിംഗ് ബിഹൈൻഡ് ദ ചൈൽഡ്. കുട്ടിയുടെ പുറകിലാണ് പാരൻസ് ഇരിക്കുന്നത്. അപ്പോൾ കുട്ടിയെ സ്പെസിഫൈ ചെയ്ത് കുട്ടിയുടെ പുറകിൽ. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസിൽ നമുക്ക് ബിഹൈൻഡ് യൂസ് ചെയ്താം. പക്ഷേ ഇവിടെ പറയുന്നത് പാരൻസ് പുറകിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ബാക്ക് എഴുതിയത് കേട്ടോ. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. മറ്റേ സെൻറ്റൻസ് ഞാൻ ഒന്നും കൂടെ പറയാം. എങ്ങനെയാണ്? ദ ചൈൽഡ്സ് പാരൻസ് വെയർ സിറ്റിംഗ് ബിഹൈൻഡ് ദ ചൈൽഡ്. അപ്പം അത് ബിഹൈൻഡ് ദ ചൈൽഡ് മനസ്സിലായി കാണും നിങ്ങൾക്ക്. ഇനി ഒന്നും കൂടെ പറഞ്ഞ് കൺഫ്യൂസ് ആക്കുന്നില്ല കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഞങ്ങൾ ഫ്ലൈറ്റിൽ ഉറങ്ങാതെ ഇരുന്ന് ഒരു കോമഡി സിനിമ കണ്ടു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ ഉറങ്ങാതെ ഇരിക്കുക നമുക്ക് എങ്ങനെ പറയാം? അവേക്ക്. ഉറങ്ങാതെ ഇരിക്കുക, അവേക്ക്. ഒരു കോമഡി സിനിമ, എ കോമഡി മൂവി. കാണുക, വാച്ച്. അപ്പോൾ ഇവിടെ കണ്ടു എന്നാണ്. അപ്പോൾ നമ്മൾ വാച്ചിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഞങ്ങൾ ഫ്ലൈറ്റിൽ ഉറങ്ങാതെ ഇരുന്നൊരു കോമഡി മൂവി കണ്ടു. നമുക്ക് എങ്ങനെ എഴുതാം? വി സ്റ്റേഡ് ഉറങ്ങാതെ ഇരിക്കുക, അവേക്ക്. വി സ്റ്റേഡ് അവേക്ക്. ഇനി എന്താ എഴുതാൻ പോണേ? എവിടെയാ? വി സ്റ്റേഡ് അവേക്ക് ഓൺ ദ ഫ്ലൈറ്റ്. വി സ്റ്റേഡ് അവേക്ക് ഓൺ ദ ഫ്ലൈറ്റ്. ഇനി എന്താ എഴുതാൻ പോണേ? ആൻഡ്. നമ്മൾ സിനിമയാണ് കണ്ടത്. ആൻഡ്. അപ്പം കാണുക എന്ന് വെച്ചാൽ വാച്ച്. അപ്പം നമ്മൾ കണ്ടു എന്നാണ്. അപ്പം നമ്മൾ വാച്ചിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അപ്പോൾ വാച്ചിൻ്റെ പാസ്റ്റ് ഫോം വാച്ച്ഡ്. We stayed awake on the flight and watched ഒരു സിനിമ. അപ്പം നമുക്ക് എ
ഒരു കോമഡി മൂവി എന്നാണ്, ഒരു കോമഡി സിനിമ എന്നാണ്. അപ്പോൾ എ കോമഡി മൂവി. അപ്പോൾ ഇവിടെ ഒരു എന്നുള്ളതിനാണ് ഞാൻ എ യൂസ് ചെയ്ത് എഴുതി, എ കോമഡി മൂവി. അപ്പം നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് നിങ്ങൾ പറയാം. അപ്പം വി സ്റ്റേഡ് awake on the flight and watched a comedy movie. വി സ്റ്റേഡ് awake on the flight and watched a comedy movie. ഞങ്ങൾ ഫ്ലൈറ്റിൽ ഉറങ്ങാതെ ഇരുന്നൊരു കോമഡി സിനിമ കണ്ടു. നമുക്ക് ഒന്നിച്ച് എന്തും കൂടെ പറയാം. വി സ്റ്റേഡ് awake on the flight and watched a comedy movie. അപ്പം നമ്മളിവിടെ പഠിച്ച വേർഡ്സ് എന്താ? ഉറങ്ങാതെ ഇരിക്കുക, awake. പിന്നെന്താ? പിന്നെ നമ്മൾ പറഞ്ഞു കണ്ടു, കാണുക, വാച്ച്. മൂവി, നമ്മൾ മൂവിക്ക് നമ്മൾ പറയുന്നത് മൂവി കണ്ടു എന്ന് പറയുന്നത് നമുക്ക് വാച്ച്, മൂവി വാച്ച്ഡ് നമ്മൾ പറയുന്നതാണ് നല്ലത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ്, കുറച്ച് കഴിഞ്ഞ് എയർ ഹോസ്റ്റസ് ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? കുറച്ച് കഴിഞ്ഞ്, ആഫ്റ്റർ സം ടൈം. കൊണ്ടുവരിക എന്ന് വെച്ചാൽ എന്താ? ബ്രിങ്. അപ്പം ബ്രിങ്ങിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയിട്ട് നമുക്ക് എഴുതാം. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. കുറച്ച് കഴിഞ്ഞ് എയർ ഹോസ്റ്റസ് ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നു. നമുക്ക് എഴുതാം ആഫ്റ്റർ സം ടൈം the air hostess. After some time the air hostess. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഞാൻ നേരെ വെച്ചു. ആഫ്റ്റർ സം ടൈം ദ എയർ ഹോസ്റ്റസ്. അപ്പം കൊണ്ടുവരിക എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഇവിടെ എഴുതാം ബ്രിങ് എന്ന് വെച്ചാൽ എന്താ? കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ഫോം ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പം നമ്മൾ ബ്രിങ്ങിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ എന്താണ് എഴുതാൻ പോണത്? ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ഫോം ബ്രോട്ട് ആണ് കേട്ടോ, ബ്രോട്ട്. അപ്പം അതുകൂടാതെ എനിക്ക് പറയാനുള്ളത് ബ്രിങ്ങിൻ്റെ 3 ഫോംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് അതും കൂടെ നോക്കിയേക്കാം. ബ്രിങ്ങിൻ്റെ 3 ഫോംസ് ബ്രോട്ട്, അപ്പം ബ്രോട്ട് സെക്കൻഡ് ആൻഡ് തേർഡ് ഫോം സെയിം ആണ് കേട്ടോ. അപ്പോൾ ബ്രിങ്ങിൻ്റെ 3 ഫോംസ് നമ്മൾ പഠിച്ചു, ബ്രോട്ട്. അപ്പം ഇവിടെ നമ്മൾ ബ്രിങ്ങിനെ കൺവേർട്ട് ചെയ്ത് ബ്രോട്ട് ആക്കി. അപ്പോൾ എന്നിട്ടാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. ആഫ്റ്റർ സം ടൈം ദ എയർ ഹോസ്റ്റസ് ബ്രോട്ട്. ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ഫോം ബ്രോട്ട് നമ്മൾ എഴുതി. അപ്പം ബ്രോട്ട് അസ്, ഞങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ അസ് എഴുതിയത് കേട്ടോ. ബ്രോട്ട് അസ് ഫുഡ്. നമ്മളെങ്ങനെ എഴുതിയത്? കുറച്ച് കഴിഞ്ഞ് എയർ ഹോസ്റ്റസ് ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നു. ആഫ്റ്റർ സം ടൈം ദ എയർ ഹോസ്റ്റസ് ബ്രോട്ട് അസ് ഫുഡ്. അപ്പം ഇവിടെ ഞങ്ങൾക്ക് കൊണ്ടുവന്നു, ഞങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ ഞാൻ അസ് എഴുതിയത്, പ്രത്യേകം പറയാണ്. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. ആഫ്റ്റർ സം ടൈം ദ എയർ ഹോസ്റ്റസ് ബ്രോട്ട് അസ് ഫുഡ്. ആഫ്റ്റർ സം ടൈം ദ എയർ ഹോസ്റ്റസ് ബ്രോട്ട് അസ് ഫുഡ്. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ആ കുട്ടിയുടെ കൂടെ ഇരുന്ന് സമയം പോയതുപോലും ഞാൻ അറിഞ്ഞില്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? I didn't even realize കേട്ടോ. I didn't even realize that time had passed. I didn't even realize that time had passed. I didn't even realize that time had passed. ഇനിയുമുണ്ട്. While I was with that child. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറഞ്ഞു നോക്കാം. I didn't even realize that time had passed while I was with that child. ആ കുട്ടിയുടെ കൂടെ ഇരുന്ന് സമയം പോയത് പോലും ഞാൻ അറിഞ്ഞില്ല. I didn't even realize that time had passed while I was with that child. അപ്പം ഇവിടെ ഒരു കോമ നോക്കി ഇടാം. I didn't even realize that time had passed while I was with that child. ആ കുട്ടിയുടെ കൂടെ ഇരുന്ന് സമയം പോയത് പോലും ഞാൻ അറിഞ്ഞില്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ്. ആ യാത്രയ്ക്കിടെ ആ കൊച്ചു പെൺകുട്ടി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? That little girl became my closest friend during the journey. ആ യാത്രയ്ക്കിടെ ആ കൊച്ചു പെൺകുട്ടി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.